മാട്ടുപെട്ടിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി വഴിയോര കടകളൊക്കെ തകർത്ത് കളഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ചേർന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. രാഹുൽ വിജയൻ, പറയൂ. ഇന്നലെ രാത്രിയാണ് വീണ്ടും പടയപ്പ ഈ മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റിന് സമീപത്തുള്ള ബോട്ട് ലാൻഡിങ്ങിന്റെ അവിടെ എത്തിയത്. മണിക്കൂറുകളോളം ആന ഇവിടെ പരിഭ്രാന്തി പരത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 2 വഴിയോര കടകളാണ് വീണ്ടും പടയപ്പ തകർത്തിരിക്കുന്നത്. സാരമായ കേടുപാട് ഈ കടകൾക്ക് ഉണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാഹനത്തിലെത്തിയ, അതായത് ഈ ഇതുവഴിയെത്തിയ വിനോദസഞ്ചാരികൾ പോയ വാഹനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് വിനോദസഞ്ചാരികൾ പകർത്തുകയും ചെയ്തതാണ്. വലിയ ആശങ്ക സ്വാഭാവികമായിട്ടും ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ വളരെ അക്രമകാരിയാണ്. ആളുകൾക്ക് നേരെ പോലും പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇന്നലെ ദേവികുളം മിഡിൽ ഡിവിഷനിലും 2 കടകൾ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. അത് പടയപ്പയല്ല, കാട്ടാനക്കൂട്ടമാണ്. 6 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് ഇറച്ചിക്കട തകർത്തത്. ഈ കട പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിനുള്ളിലെ സാധനങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ 2 സ്ഥലത്തും, അതായത് പടയപ്പയും അതുപോലെ തന്നെ ഈ കാട്ടാനക്കൂട്ടവും ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ, 2 സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രാഹുൽ വിജയനാണ് നമുക്കൊപ്പം ചേർന്നത്.